ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിമ്മി ജോസ്. ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ PMR എന്നുള്ള ബ്രാഞ്ചിനെ പറ്റിയാണ്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയാട്രി ഓർ റീഹാബിലിറ്റേഷൻ മെഡിസിൻ ഇത് മോഡേൺ മെഡിസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. It aims to enhance and restore functional ability and quality of life. Stroke വന്ന പേഷ്യൻസ്, ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, ബോൺസ്, ലിഗമെൻറ്റ്സ്, മസിൽസ് ഇതൊക്കെ അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കൂടുതലും ട്രീറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫിസിഷ്യനെ വിളിക്കുന്നതാണ് ഫിസിയാട്രിസ്റ്റ്. The goal of a physiatrist is to maximize independence in activities of daily living and improve quality of life. കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിനിൽ നമ്മൾ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ പറ്റി കേട്ടിട്ടുണ്ട്. അതിൽ ദർ ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പിന്നെ പ്രൈമറി പ്രിവെൻഷൻ, പിന്നെ സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. പ്രൈമറി പ്രിവെൻഷനിൽ നമ്മൾ ചെയ്യുന്നത് മാനേജിങ് ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ്, പക്ഷേ പ്രിവെൻറ്റിങ് ഓഫ് ഓൺസെറ്റ് ഓഫ് ദ ഡിസീസ്. സെക്കൻഡറി പ്രിവെൻഷൻ നമ്മൾ ചെയ്യുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ടെർഷ്യറി പ്രിവെൻഷനിലാണ് ദ റോൾ ഓഫ് PMR. അതിൽ റെഡ്യൂസിങ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഡിസബിലിറ്റി ആൻഡ് റീഹാബിലിറ്റേഷൻ. സോ ദീസ് ആർ ദ പില്ലേഴ്സ് ഓഫ് മെഡിസിൻ. റീഹാബിലിറ്റേഷൻ മെഡിസിൻ മോഡേൺ മെഡിസിൻ്റെ ഒരു പുതിയ ബ്രാഞ്ചാണ്. 1938 ഫ്രാങ്ക് ക്രൂസൻ എന്ന ഡോക്ടറാണ് ആദ്യമായിട്ട് ഫിസിയാട്രി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വേൾഡ് വാർ II കാലഘട്ടത്തിൽ ഹോവാർഡ് റസ്ക് എന്ന ഇൻറ്റേർണൽ മെഡിസിൻ ഫിസിഷ്യനാണ് റീഹാബിലിറ്റേഷൻ മെഡിസിന് തുടക്കം കുറിക്കുന്നത്. റീഹാബിലിറ്റേഷൻ ഒരു ടീം വർക്കാണ്. ഈ ടീമിൽ അടങ്ങുന്ന വിദഗ്ധർ ആണ് ഫിസിയോതെറപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിസ്റ്റ്, ഓർത്തോട്ടിസ്റ്റ് ആൻഡ് പ്രോസ്തറ്റിസ്റ്റ്, മെഡിക്കൽ സോഷ്യൽ വർക്കർ, ന്യൂട്രീഷനിസ്റ്റ് എന്നടങ്ങിയ മെഡിക്കൽ വിദഗ്ധർ. ഈ കോവിഡ് കാലത്ത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷന് നിരവധി പ്രാധാന്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലോങ് കോവിഡ് പേഷ്യൻസിൽ എന്ന് വെച്ചാൽ ICUയിലും ആശുപത്രികളിലുമായി ഓക്സിജൻ സപ്പോർട്ടോടുകൂടി ദീർഘനാൾ ചികിത്സയിലായിരുന്ന രോഗികളിൽ കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് പരിഹരിക്കാൻ റീഹാബിലിറ്റേഷൻ മെഡിസിൻ തീർച്ചയായിട്ടും സഹായകരമാകും. പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിരവധി സേവനങ്ങൾ ലഭ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭ്യമാക്കുന്നതായിരിക്കും. താങ്ക് യു.